Hi friends, welcome to Garam Masala, the magic spices of cooking. ചിക്കൻ ഷമി കബാബ്. ഇന്ന് നമുക്ക് ചിക്കൻ ഷമി കബാബ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: ബോൺലെസ് ചിക്കൻ 250 ഗ്രാം ക്യൂബായി മുറിച്ചെടുത്തത്, ഇഞ്ചി ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് 1 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, സവാള 1/2 കപ്പ്, കടലപ്പരിപ്പ് 1/4 കപ്പ് കുതിർത്തിയെടുത്തത്, ചെറിയ ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ലെമൺ ജ്യൂസ് 1/2 ടീസ്പൂൺ, ഉപ്പ്, കടലപ്പൊടി 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ, മല്ലിയില ചോപ്പ് ചെയ്തത് 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ബ്രെഡ് ക്രംസ് 1 ടേബിൾ സ്പൂൺ, മുട്ട 1 എണ്ണം, എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് ചിക്കനെ വേവിച്ചെടുക്കണം. പാനിലോട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. ഇതിലോട്ട് 4 മണിക്കൂർ കുതിർത്തിയ കടലപ്പരിപ്പ് ചേർക്കണം. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം, ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് ലൈം ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ചിക്കനും കടലപ്പരിപ്പുമെല്ലാം നന്നായി കുക്കായി വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കന് കടലപ്പരിപ്പെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ തണുപ്പിച്ചെടുക്കാം. തണുത്ത ഈ മിക്സ്ചറിനെ നമുക്കൊരു ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്ത് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായാണ് അരച്ചെടുക്കേണ്ടത്. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇനി ഇതിലോട്ട് നമുക്ക് മുട്ട, കടലപ്പൊടി, ഗരം മസാല, മല്ലിയില ഇവ ചേർത്ത് ഒന്നുകൂടെ അരച്ചെടുക്കണം. മുട്ട ചേർത്തത് കൊണ്ട് നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റാം. നല്ല സ്റ്റിക്കിയായി തോന്നുകയാണെങ്കിൽ നമുക്കിതിലോട്ട് ബ്രെഡ് ക്രംസ് ചേർക്കാം. ബ്രെഡ് ക്രംസിന് പകരമായി വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് പൊട്ടാറ്റോ ചേർത്ത് കൊടുത്താൽ മതി. പൊട്ടാറ്റോ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കബാബ് ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഓരോ കബാബായി ഷേപ്പ് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ നമുക്കിതിനെ ഷേപ്പ് ചെയ്യാം. ഇതുപോലെ നമുക്ക് അടുത്ത കബാബ് കൂടെ തയ്യാറാക്കാം. ബ്രെഡ് ക്രംസ് ചേർത്തതിന് ശേഷം 15 മിനിറ്റ് നമുക്ക് കബാബ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എക്സ്ട്രാ മോയ്സ്ചർ എല്ലാം ബ്രെഡ് ക്രംസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ കബാബും ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് ഓരോ കബാബായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കബാബ് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ ഇതിനെ എഗ് ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഡയറക്റ്റ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കബാബ് നല്ല ക്രിസ്പി ആയിരിക്കും. പുറം ഭാഗം നല്ല ക്രിസ്പി ആകുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കി കബാബ് കൂടെ തയ്യാറാക്കാം. നമുക്കിനി ഇതിനെ ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ചിക്കൻ ഷമി കബാബ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ ടൊമാറ്റോ കെച്ചപ്പ്, ടാമറിൻ ചട്നി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.